بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു എല്ലാ അർത്ഥത്തിലും വിടവാങ്ങൽ ഹജ്ജ് എന്ന കാര്യം നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാം വർഷത്തിൽ ദുൽഖഅദ മാസത്തിൽ താൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിളംബരം ചെയ്യുന്നു. അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹജ്ജ് ആഗ്രഹിച്ചുകൊണ്ട് 10,000-കണക്കിന് മനുഷ്യർ, പല സീറാ ഗ്രന്ഥകാരന്മാരുടെയും എസ്റ്റിമേറ്റ് പ്രകാരം 100,000-ഓളം ആളുകൾ അവർ മദീനയിലേക്ക് കുതിച്ചൊഴുകി എത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സംഘത്തിൽ അവരെല്ലാവരും കൂടി ചേരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനസഞ്ചയമാണ് ഹജ്ജിനു വേണ്ടി ആ വർഷം മക്കയിൽ ഒരുമിച്ച് കൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബൂവത്തിന് ശേഷം നിർവഹിക്കുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്ന ആദ്യത്തെ ഹജ്ജാണ് എന്തായാലും ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജുമായിരുന്നു അത് എന്ന കാര്യം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജിൽ പങ്കെടുക്കുവാൻ, പ്രവാചകന്റെ കൂടെ പങ്കെടുക്കുവാൻ സഹാബിമാരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. നമ്മൾ റമളാൻ മാസത്തിൽ ഉംറ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. ഈ സംഭാഷണം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ മടങ്ങിയെത്തുന്നു. അവിടെ ഒരു സഹോദരിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ള ഒരു സഹോദരിയെ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ ഹജ്ജിന് പോന്നിരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. ആ സഹോദരി വിഷമത്തോടു കൂടി പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ കൂടെ ഹജ്ജിന് പോരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള വാഹനം എൻ്റെ കൈവശമില്ലായിരുന്നു. എൻ്റെ വീട്ടിലെ വാഹനം എൻഗേജ്ഡ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പോരാൻ പറ്റിയില്ല, ഒട്ടകമില്ലായിരുന്നു എന്ന അർത്ഥത്തിലാണ് ആ സഹോദരി പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, സാരമില്ല, എങ്കിൽ നീ ഈ വരുന്ന റമദാനിൽ പോയി ഒരു ഉംറ ചെയ്യ്. റമദാനിൽ ചെയ്യുന്ന ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ടാകും. ചില നിവേദനങ്ങളിൽ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അത്ര വലിയ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹജ്ജിന് ആഹ്വാനം ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സഫാ കുന്നിന് മുകളിൽ വെച്ച് ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുമ്പോൾ അതിനെ ശത്രുക്കൾ നേരിട്ട രീതി നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിരലിലെണ്ണാവുന്നവർ മാത്രമുണ്ടായിരുന്ന നാളുകളെക്കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ തൊട്ടു മുമ്പിലെത്തിയിട്ട് പോലും അവിടെ നിന്ന് തടയപ്പെട്ട് മടങ്ങേണ്ടി വന്ന ഹുദൈബിയ സന്ധിയെക്കുറിച്ച് നമുക്കറിയാം. ഒടുവിൽ മക്ക വിജയത്തിന് ശേഷം 100,000-നടുത്ത ആളുകളുമായി ഇസ്ലാം അതിന്റെ വെന്നിക്കൊടി നാട്ടി ഹജ്ജിന്റെ സന്ദർഭത്തിൽ മക്കയിൽ നിൽക്കുകയാണ്. മക്ക പരിപൂർണമായി തൗഹീദിന്റെ കേന്ദ്രമാവുകയാണ്. ഷിർക്കുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ മുഴുവൻ അവിടെ നിന്ന് തീർത്തും ഇല്ലാതാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജ് പുനഃസ്ഥാപിക്കുകയാണ്. ഇവിടെ വെച്ചാണ് സൂറത്തുൽ മായിദയിലെ പല വചനങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മായിദയുടെ തഫ്സീറിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സൂറത്തുൽ മായിദ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ്. മായിദയിലെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഡയറ്ററി ലോസ്, മാരേജ് ലോസ്, ഇസ്ലാമിക സമൂഹം അനുക്രമമായി വിശ്വാസത്തിലൂടെ, കർമ്മത്തിലൂടെ, നിയമങ്ങളിലൂടെ വികസിച്ചു വന്ന് അതിന് ഒരു മകുടം ചാർത്തുന്ന വിധത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര നിയമങ്ങൾ അന്ത്യത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ മായിദ. അതോടൊപ്പം ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട
ഒട്ടനവധി പരാമർശങ്ങൾ സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളടക്കം, ക്രിസ്ത്യൻ സ്ത്രീകളുമായുള്ള വൈവാഹിക ബന്ധത്തെക്കുറിച്ച്, ക്രൈസ്തവർ തയ്യാറാക്കിയ അവർ അറുത്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് എല്ലാമുള്ള നിയമങ്ങളുടെ രൂപത്തിലുള്ള വചനങ്ങൾ സൂറത്തുൽ മാഇദയിലുണ്ട്. അതോടൊപ്പം ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെ, അവരുടെ നിലപാടുകളെ നിരൂപണം ചെയ്തുകൊണ്ട്, അതിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അവർ തെന്നിപ്പോയതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് എല്ലാമുള്ള വചനങ്ങളും സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ തൊട്ട് മുമ്പായി ഇവിടെ ഈ മക്കാ വിജയത്തിന്റെ ഒക്കെ ഒരു സമയത്ത് അവതരിപ്പിക്കപ്പെട്ട അധ്യായം എന്ന നിലയിൽ അവിടെ ആ മക്കാ വിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം മുസ്ലിങ്ങൾ, ഇസ്ലാമിക സമൂഹം റോമിലേക്ക്, ഷാമിലേക്ക്, നമ്മൾ ഈ പറയുന്ന ഫിലസ്തീന്റെ, ജോർദാന്റെ, ഈജിപ്തിന്റെ എല്ലാം മണ്ണിലേക്ക് കടന്നു ചെല്ലാനുള്ളവർ എന്ന് നമുക്കറിയാം. അവിടെ വലിയൊരു ക്രൈസ്തവ നാഗരികതയുമായിട്ടാണ് അവർക്ക് മുഖാമുഖം നിൽക്കാനുണ്ടായിരുന്നത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ അവസാന സമയത്ത് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങൾ ഈ സമയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം, ആ 3-ാമത്തെ വചനം വളരെ പ്രസിദ്ധമാണ്. നമ്മളൊക്കെ ആ വചനം കേട്ടിട്ടുണ്ടാകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ ആദ്യം പറയുന്നു. നിങ്ങൾക്ക് ഇന്ന ഭക്ഷണങ്ങൾ നിഷിദ്ധമാണ്, നിങ്ങൾക്ക് ശവം നിഷിദ്ധമാണ്, രക്തം നിഷിദ്ധമാണ്, പന്നിമാംസം നിഷിദ്ധമാണ്, അല്ലാഹുവല്ലാത്ത വിഗ്രഹങ്ങൾക്കും മറ്റും വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ബഹുദൈവാരാധനാപരമായി തയ്യാറാക്കപ്പെട്ട മാംസങ്ങൾ അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷിദ്ധമായ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഇത്തരം ഡയറ്ററി ലോസ്, നമ്മൾക്കറിയാം ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, മാംസം ഹലാലായിരിക്കണം, ഹലാലായ മാംസം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ എന്നല്ല ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ പോലും വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഇസ്ലാമിക നിയമങ്ങളാണ്. അത് പറഞ്ഞ ശേഷമാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിഖ്യാതമായ പരിശുദ്ധ ഖുർആനിലെ വചനമാണത്. അള്ളാഹു പറയാണ്, ഈ ദിവസം, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം അത് ഞാൻ നിങ്ങൾക്കുമേൽ നിറവേറ്റിയിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്കുമേൽ സമ്പൂർണമാക്കിയിരിക്കുന്നു, സമഗ്രമാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, നിയമമായി
ശക്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇസ്ലാമിന് സീൽ വെക്കുകയാണ്. ഇസ്ലാമിലെ നിയമങ്ങൾ, ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ എല്ലാം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് 23 വർഷക്കാലം മുമ്പ് നിങ്ങൾക്കിടയിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. പടിപടിയായി വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, നിയമങ്ങൾ, ധർമ്മങ്ങൾ എല്ലാം നിങ്ങളെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് ഇതാ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇതാ മതം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട നിയമങ്ങളും അനുശാസനങ്ങളും വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കുമേൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കാനില്ല. അതിനെ പെർഫെക്റ്റ് ആക്കി തന്നിരിക്കുന്നു. അതിലേക്ക് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ന് അള്ളാഹു വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾക്കറിയാം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ വെച്ച് ലഭിക്കുമ്പോൾ അത് എത്ര വലിയ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ പരിശുദ്ധ ഖുർആൻ വചനത്തിൽ തന്നെ ഖുർആൻ നടത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു ഒരു പ്രയോഗമുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ നിരാശപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ മതം ഉപേക്ഷിച്ചു പോകുമെന്ന് അവർ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഇത് മുഴുവനാവുകയില്ല, ഈ ദൗത്യം വഴിയിൽ വെച്ച് എവിടെയെങ്കിലും മരിക്കും എന്നവർ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. അവരത് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോയപ്പോഴൊക്കെ ഇതിനധികം ആയുസ്സുണ്ടാകില്ല, ഈ പ്രസ്ഥാനം അതിജീവിക്കുകയില്ല, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ, നമ്മളതിനെ തോൽപ്പിക്കും, നമ്മളതിനെ ചെറുക്കും, അറേബ്യയിൽ നിന്ന് അതിനെ ഇല്ലാതാക്കും, ഇതൊരു താൽക്കാലികമായൊരു കുമിള മാത്രമാണ് എന്നവർ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഈ ദിവസം അവർ നിരാശരായിരിക്കുന്നു, അവർ നിരാശപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് നിങ്ങളിൽ ഒരു പ്രതീക്ഷയുമില്ല. ഇസ്ലാം തകരുമെന്നോ ഇസ്ലാം മരിക്കുമെന്നോ അവർ വിചാരിക്കുന്നില്ല. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്ന് അവർക്കറിയാം. കാരണം ഇതിന്റെ സൗന്ദര്യം നിങ്ങൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കണ്ടു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിൽ ആ മതം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ എല്ലാ നിയമങ്ങളും അനുശാസനങ്ങളും നിങ്ങൾ ഹൃദയത്തിൽ നെഞ്ചേറ്റുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച മതത്തിൽ നമ്മൾ പുതിയ വിശ്വാസങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ ഒന്നും നമ്മുടെ വകയുണ്ടാക്കരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി പലപ്പോഴും നാം ഈ വചനം ഉപയോഗിക്കാറുണ്ട്. ഈ വചനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണത്. അതോടൊപ്പം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നിരാശക്ക് കൂടിയാണ് അത് അടിവരയിടുന്നത്. ആധുനിക കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ മരണം ആഗ്രഹിക്കുന്നവരും പ്രവചിക്കുന്നവരും അത് സ്വപ്നം കാണുന്നവരുമെല്ലാമായ ഒരുപാട് മനുഷ്യരെ നമ്മൾക്ക് കാണാൻ കഴിയും. അബൂജഹലിനെയും അബൂലഹബിനെയും ഉത്തുബത്തിനെയും ഷൈബത്തിനെയും ഉമയ്യയെയും അതേപോലെയുള്ള കൊടിയ ധിക്കാരികളായ ഭീകരന്മാരായ ശത്രുക്കളെ, അതല്ല അറേബ്യ എന്ന് പറയുന്ന വലിയൊരു ഭൂപ്രദേശത്തുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ, വിഗ്രഹാരാധനയിൽ നിമഗ്നരായിരുന്ന മനുഷ്യരെ, അവർ ആയുധങ്ങൾ ഉപയോഗിച്ച് നാവ് ഉപയോഗിച്ച് പഠിച്ച പണി 18 നോക്കിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യം അവൻ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തകരുമെന്നത്, മരിക്കുമെന്നത് ആരുടെയൊക്കെയോ പാഴ്ക്കിനാവുകൾ മാത്രമാണ്. അതൊരിക്കലും സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന വിശ്വാസികൾക്ക് അപാരമായ ആത്മവിശ്വാസം നൽകുന്ന വചനം കൂടിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഒരു യഹൂദൻ, അദ്ദേഹം ഖുർആനിനെ കുറിച്ച് സാമാന്യമായി പഠിച്ചിട്ടുള്ളൊരു യഹൂദനാണ്. ആ യഹൂദൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഭരണാധികാരിയായ ഉമറിനോട്, അമീറുൽ മുഅ്മിനീൻ, അങ്ങയോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്ന നിലയിൽ ഈ യഹൂദൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഖുർആനിൽ ഒരു വചനമുണ്ട്, ആ വചനം ഞങ്ങൾക്കാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞങ്ങൾക്കന്ന് ഞങ്ങളുടെ പെരുന്നാളാകുമായിരുന്നു, ഞങ്ങൾക്കത് ഞങ്ങളുടെ ആഘോഷ ദിവസമാകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആ വചനം എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ ഈ വചനം ഓതി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വചനം എവിടെ വെച്ചാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം എനിക്ക് വളരെ കൃത്യമായി അറിയാം. ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അറഫയിൽ നിൽക്കുന്ന സമയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിൽ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. അന്നാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു നിവേദനത്തിൽ നമുക്ക് കാണാം, ഒരു യഹൂദൻ ഇത് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി, അതിനോടുള്ള പ്രതികരണമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ പരാമർശത്തോടുള്ള പ്രതികരണമായി അദ്ദേഹം പറയുന്നുണ്ട്, അതെ, അല്ലെങ്കിലും അത് അവതരിപ്പിക്കപ്പെട്ടത് ഒരു ആഘോഷത്തിന്റെ ദിവസം തന്നെയാണ്. അതൊരു വെള്ളിയാഴ്ചയുമായിരുന്നു, ഒരു അറഫ ദിവസവുമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വസല്ലമയുടെ കൂടെ അങ്ങനെയൊരു ദിവസം അങ്ങനെയൊരു സ്ഥലത്ത് വെച്ചാണ്, വളരെ പവിത്രമായൊരു സന്ദർഭത്തിലും മുഹൂർത്തത്തിലും തന്നെയാണ് ഞങ്ങൾക്ക് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് മറ്റൊരു നിവേദനത്തിൽ കാണാൻ കഴിയും. ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ അള്ളാഹു തെരഞ്ഞെടുത്തൊരു സമുദായമായിരുന്നു അത്. നിരന്തരമായി അവർക്കിടയിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നത് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപാടിന്റെ, വഹിയിന്റെ, നുബൂവത്തിന്റെ വലിയൊരു പാരമ്പര്യം തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർക്ക് നേരത്തെ തന്നെ നിയമങ്ങളും വേദവുമെല്ലാം അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു. അവസാനത്തെ പ്രവാചകൻ കടന്നു വന്ന സമയത്ത് ആ പ്രവാചകനെ അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നേരത്തെ അവതരിപ്പിക്കപ്പെട്ട മതം പൂർത്തീകരിക്കപ്പെട്ട് അവർക്ക് കിട്ടുമായിരുന്നു. ആ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം അവർക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. അവർ പ്രവാചകനോട് മുഖം തിരിഞ്ഞു നിന്നു, പ്രവാചകന്റെ എതിരാളികളായി തീർന്നു. ആ അനുഗ്രഹത്തെ അവർ കളഞ്ഞുകുളിച്ചു. ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണ് ആ യഹൂദൻ സംസാരിക്കുന്നത് എന്ന് നമുക്കത് കാണാൻ കഴിയും. എന്ത് തന്നെയായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ സൂറത്തുൽ മാഇദയിലെ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും ആത്മവിശ്വാസവും തിരിച്ചറിവും എല്ലാം നൽകുന്ന വചനമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും മുഗ്ധമായ ഒരു സന്ദർഭത്തെ അത് ഉള്ളടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം കൂടുതലായി പഠിക്കുവാനും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുവാനും നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. والذين معه أشداء على الكفار رحماء